മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ UDF അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച തുടങ്ങും മുമ്പ് സംഘർഷമായി LDF പ്രവർത്തകർ പ്രകടനമായി എത്തി ഇരുചേരികളായി ഏറ്റുമുട്ടി. പോലീസ് ലാത്തിവീശി അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് മുന്നോടിയായി തന്നെ, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടി 10-10 എന്ന അംഗസംഖ്യയിൽ എത്തുകയും അവിടെ അവിശ്വാസ പ്രമേയം UDF മുന്നോട്ട് വെക്കുകയുമായിരുന്നു. LDF ക്യാമ്പിൽ നിന്നൊരാൾ മാറി വോട്ട് ചെയ്യും, അതിന് പിന്നിൽ PV അൻവറിന്റെ സ്വാധീനമാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു LDF. ചുങ്കത്തറ ഒരു സമ്മാനമായി UDFന് കൊടുക്കുമോ എന്ന അൻവറിനോടുള്ള ചോദ്യത്തിന് അൻവർ പോയാൽ ഒന്നും സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നില്ലേ LDF പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്നതിന്റെ മുന്നറിയിപ്പാണ് എന്നാണ് PV അൻവർ പറഞ്ഞത്. ഇപ്പോൾ ഓരോ ചേരിയിലാണ് എന്ന് ആര്യാടൻ ഷൗക്കത്ത് കൂടി പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടു. എന്തായാലും കടുത്ത സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. സംഘർഷത്തിൽ ഏർപ്പെട്ടവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലം പ്രയോഗിക്കാൻ തയ്യാറായ ആളുകളെ ലാത്തിവീശിയാണ് പോലീസ് അവിടെ നിന്ന് പിരിച്ചുവിടാൻ കഴിഞ്ഞത്. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയം വോട്ടിനിടാനുള്ള സാഹചര്യമുണ്ടോ? രതീഷ്, മാധു, അവിടെ ഒരു ഭാഗത്ത് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നതിനിടെ പുറത്ത് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് LDF പ്രവർത്തകർ നേരത്തെ ഒരു ടൂറിസ്റ്റ് ബസ് പുറത്തേക്ക് പോകുമ്പോൾ അത് അൻവറിന്റെ പ്രവർത്തകർ അതിലുണ്ടെന്ന് പറഞ്ഞാൽ ബസ് തടയാൻ ശ്രമിച്ചു. പോലീസ് എത്തി ലാത്തി പ്രയോഗിച്ചാണ്, ലാത്തി ചാർജ് നടത്തിയാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കിയത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. LDF പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ റോഡിൽ ഇറങ്ങി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു ഭാഗത്തായി പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിന് പുറത്തായാണ് UDF പ്രവർത്തകർ നിലയുറപ്പിച്ചത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷം അത് പോലീസും LDF പ്രവർത്തകരും തമ്മിലാണ്. അത് നേരത്തെ PV അൻവറിന്റെ പ്രവർത്തകരാണെന്ന് ആരോപിച്ചുകൊണ്ട്, അനുയായികളാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ബസ് തടയാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആ ബസ് തടയുന്നതിനിടെ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് നീക്കുകയായിരുന്നു. ഡിവൈഎസ്പിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സംഘം നീക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തി എന്നുള്ളതാണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. അവിടെ അവിശ്വാസ പ്രമേയ ചർച്ച തുടങ്ങിയിരുന്നു. അതിനിടെ ഈ പ്രവർത്തകർ തമ്മിലും, അതായത് ഈ അംഗങ്ങൾ തമ്മിലും കയ്യാങ്കളി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. അംഗബലം എങ്ങനെയാണ്? അവിശ്വാസ പ്രമേയം പാസ്സാകുമോ? ചുങ്കത്തറയിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? എന്താണ് അരുണിന് ആ അകത്ത് പഞ്ചായത്ത് ഹാളിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്? നിലവിൽ നമ്മളെ പഞ്ചായത്ത് ഹാളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അഭിലാഷ്, ചോദ്യത്തിലേക്ക് വന്നാൽ 10-10 എന്നുള്ളതാണ് നിലവിലെ കണക്ക്. അതായത് ഇപ്പോൾ LDF വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നുസൈബ തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂർ മണ്ഡലം കൺവീനറുടെ ഭാര്യ കൂടിയാണ്. അപ്പോൾ അങ്ങനെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരെ കൂറുമാറ്റി UDFനൊപ്പം നിർത്തുക എന്നുള്ള ആരോപണമാണ് LDF ഉന്നയിച്ചത്. അതിനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു LDF പ്രകടനവുമായി എത്തിയത്. ഇതിന്റെ ചിത്രം ഞാനൊന്നും കൂടെ പറഞ്ഞു നോക്കാം. അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരു കൂട്ടർക്കും തുല്യ നിലയായിരുന്നു, 10-10 എന്നായിരുന്നു. അങ്ങനെ നറുക്കിട്ട് LDFനൊപ്പം ഭരണം പോവുകയായിരുന്നു, UDFനൊപ്പം ഭരണം പോവുകയായിരുന്നു. അവിടെ നിന്ന് അന്ന് ഇടതുപക്ഷത്തായിരുന്ന MLA PV അൻവറിന്റെ സ്വാധീനത്തോടുകൂടി UDFന്റെ ലീഗിന്റെ അംഗത്തെ മറുചേരിയിലേക്ക് മാറ്റിക്കൊണ്ട് LDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും അത് അയോഗ്യത ഒക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 10-10 എന്ന തുല്യ നിലയ്ക്ക് തന്നെ പോവുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു വോട്ട്, ഈ നുസൈബയുടെ വോട്ട് UDFനൊപ്പം ആവുകയാണെങ്കിൽ 11-9 ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളതിനാണ് ഇവിടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ ടീമാണ്. അൻവറിന്റെ ഗുണ്ടകളാണ്, അൻവർ പുറത്തിറങ്ങിയ ഗുണ്ടകളാണ് ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമുണ്ടായ വിഷയങ്ങൾ മാത്രം. ഞങ്ങൾ ഒരു കാരണവശാലും ഈ അവിശ്വാസ പ്രമേയത്തെ ജനാധിപത്യപരമായി നേടാൻ ഞങ്ങൾ തീരുമാനിച്ച് ഇതുവരെ ഞങ്ങൾ അങ്ങനെ നടത്തി പോകുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത് PV അൻവറാണ് മനസ്സിലാക്കേണ്ടത്. CPMനെ സംബന്ധിച്ച് PV അൻവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലാക്കി കാണും. ഇനി മനസ്സിലാക്കാൻ അൻവർ എന്ന് പറയുന്നത്, UDF എന്ന് പറയുന്നത് അൻവറിന്റെ വാലാട്ടികളായിട്ട് നിലമ്പൂരിലെ UDF മാറിയിട്ടുണ്ട് എന്ന് കൂടി പറയാണ്. ഇത് VSO ഇല്ല, ആര്യാടൻ ഷൗക്കത്തും ഇല്ല, ഒരാളുമില്ല, കോൺഗ്രസും ഇല്ല. നിങ്ങളെ അടിച്ചിട്ടില്ല. സംഘർഷ അന്തരീക്ഷം അവിടെ തുടരുകയാണ്. എന്തായാലും അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അവിടെ
PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ഭരണം UDF-ന് സമ്മാനിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അങ്ങനെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് അവിടെ നിന്ന് അരുൺ അമൃതനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടാകാനുള്ള സാധ്യത നേരത്തെ കൂട്ടി തന്നെ പോലീസ് കണക്കിലെടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിപുലമായ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം ആളുകൾ കോൺഗ്രസ് ചേരിയിൽ നിന്നും LDF ചേരിയിൽ നിന്നും അവിടെ തമ്പടിക്കുകയും ചെയ്തു. അവർ തമ്മിലാണ് ഈ കയ്യാങ്കളിയും ബലാബലവും ഉന്തും തള്ളും എല്ലാം ഉണ്ടാകുന്നത്. പോലീസിനെ ലത്തി പ്രയോഗിച്ച് അവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്തായാലും അതിനുള്ളിലേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിട്ടിട്ടില്ല. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പോലും നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. അത്രമേൽ വലിയ സംഘർഷഭരിതമായ സാഹചര്യമാണ് പുറത്തുള്ളത്. നമുക്കിനി അവിശ്വാസ പ്രമേയത്തിന്റെ റിസൾട്ട് അറിയേണ്ടതുണ്ട്. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നഷ്ടമാകുമോ LDF-ന് എന്നുള്ളതാണ് അറിയാനുള്ളത്. PV അൻവറിന്റെ ആദ്യത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിക്കറ്റ് പോകുമോ? ഏതാനും മാസങ്ങൾക്കകം 6-7 മാസത്തിനകം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ 6 മാസം ഒരു ഭരണമാറ്റത്തിലൂടെ UDF-ന് ഭരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അൻവറിന്റെ ഇമ്പാക്ട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസം മഹുവ മൊയ്ത്രയും ഡെറക് ഒബ്രയാനും ഒക്കെ കേരളത്തിൽ വരികയും തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം പ്രവർത്തനം സജീവമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ചടങ്ങിൽ തന്നെ UDF-ന്റെ MLA-മാർ N ഷംസുദ്ദീൻ അടക്കമുള്ള MLA-മാർ പങ്കെടുത്തിരുന്നു. അങ്ങനെ UDF-മായി ഒത്ത് UDF-ന്റെ ഒരു സ്വാഭാവിക ഘടകകക്ഷി എന്നോളം അലിഞ്ഞു ചേരാനിരിക്കുന്ന അൻവറിന് ഇവിടെ ഇപ്പോൾ ഒരു ഭരണം UDF-ന് നേടിക്കൊടുക്കുക കുറച്ചൊരു ബൂസ്റ്റ് നൽകുന്ന ഘടകമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ചുങ്കത്തറയിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. വലിയ വിവാദങ്ങൾ ഉയർത്തി LDF-ൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും PV അൻവർ അന്നും വെല്ലുവിളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഞാനൊന്ന് മൂളിയാൽ ഇവിടെ എത്രയോ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം തെറിക്കും LDF-ന് എന്നുള്ളത്. അത് സാധ്യമാക്കാൻ സാധിക്കുമോ? UDF-ന് ചുങ്കത്തറ സമ്മാനമായി കൊടുക്കാൻ അൻവറിന് കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ അൻവർ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ LDF-ന് അത് വലിയൊരു രാഷ്ട്രീയ അഭിമാന പ്രശ്നവും കൂടിയായി മാറുന്നുണ്ട്. ഇതെല്ലാം ഈ പോരാട്ടത്തിന്, ഈ പറയുന്ന സംഘർഷത്തിന് കാരണമാകുന്നുണ്ട്. എന്തായാലും അൻവർ ആദ്യത്തെ രാഷ്ട്രീയ പൊതുയോഗം നിലമ്പൂർ ചന്തക്കുന്നിൽ വിളിച്ചപ്പോൾ നന്ദി പറയാൻ ചുങ്കത്തറ ജോഷി മാഷിനെ വിളിച്ചെങ്കിലും ചുങ്കത്തറ ജോഷി മാഷിനെ കാണാനില്ലായിരുന്നു. ഒടുവിൽ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് എന്തായാലും LDF-ന് നഷ്ടമാകുന്ന വിധത്തിൽ അൻവറിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയാം.